പെട്ടെന്ന് വന്ന് പറയുന്നതുകൊണ്ട് ഒഴിവാക്കുകയും ചെയ്യരുത്. ആ ഫംഗ്ഷൻ നാളെയാണ്. അയ്യോ അയ്യോ നാളെയോ? അയ്യോ നാളേക്ക് ഒരു കാരണവശാലും നടക്കില്ല. വരുൺ അങ്ങനെ പറയല്ലേ. എടോ താൻ കാല് വയ്യാതിരിക്കുമല്ലേ? ഒരുപക്ഷെ കുറച്ചുനാൾ കഴിയുമ്പോ ഓർമ്മ വീണ്ടെടുക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. അല്ല ഊർമിളയ്ക്ക് എന്താ തോന്നുന്നത്? കുറെ കാലമായി മാനസികാസ്വസ്ഥതയുള്ള പേഷ്യൻസിനെ ഞാൻ ഒരുപാട് അടുത്തുനിന്ന് കാണാറുള്ളതാ. ബെഞ്ചമിൻ, ഇതത്ര സേഫ് അല്ല. എന്തുപറ്റി? അവർക്ക് ഓർമ്മകൾ വ്യക്തമായി തുടങ്ങുന്നുണ്ടെന്ന് അവരുടെ രീതികൾ കണ്ടാ അറിയാം. ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവരെന്തോ കൃത്യമായിട്ട് ഓർത്തതാ. അത് പറയാൻ വേണ്ടി അവർ ശങ്കർജിയുടെ മുൻപിലേക്ക് വന്നെങ്കിലും അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം. കാരണം എപ്പോൾ വേണമെങ്കിലും ആ ഓർമ്മകൾ അവർക്ക് തിരിച്ചു കിട്ടും. ചിലപ്പോൾ കുറച്ച് സമയത്തിനാകാം, അല്ലെങ്കിൽ കൂടുതൽ സമയത്തിനാകാം. എന്തായാലും നിങ്ങൾക്ക് അപകടമാണ്. അവർക്ക് ഓർമ്മ തിരിച്ചിട്ടാൻ പാടില്ല. ചെറുതായെന്ന് ഓർക്കാനുള്ള ശേഷി പോലും അവരുടെ തലച്ചോറിനുണ്ടാവരുത്. ഒരു കാര്യം ചെയ്, ഞാൻ ഇഞ്ചക്ഷൻ എത്തിക്കാം. ആ ഇഞ്ചക്ഷൻ അവർക്ക് കൊടുത്താൽ മതി. പഴയ കാര്യങ്ങളെക്കുറിച്ച് പിന്നെ ഒരു ഓർമ്മയുണ്ടാവില്ല. ബെഞ്ചമിൻ ഞാൻ ചോദിക്കാതെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പണം എനിക്ക് തന്നിട്ടുണ്ട്. അതിന്റെ കടപ്പാടാ ഞാനിപ്പോ കാണിക്കുന്നേ. എനിക്ക് പ്രശ്നം ഉണ്ടാവരുത്, മനസ്സിലായല്ലോ? ഊർമിള പേടിക്കണ്ട. ഊർമിളയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. തൽക്കാലം കുറച്ചു കാലം അവരോട് നിന്നേ പറ്റൂ. ഓക്കെ, ആയിക്കോട്ടെ. ശ്യാമ മാഡത്തിന്റെ ചെറിയൊരു ഓർമ്മ പോലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. പാവം ശ്യാമ മാഡം. ഏയ് എന്താ പരിപാടി? അവിടെ അങ്ങനെ ഇരുന്നാ മതി, അത് ഞാൻ നോക്കിക്കോളാം. അതെ, എനിക്ക് കാലൊന്ന് ചെറുതായിട്ട് പൊള്ളിയിട്ടേ ഉള്ളൂ, അല്ലാതെ ജയിലിൽ കിടക്കൊന്നും അല്ല. എന്തായാലും തൽക്കാലം നടങ്ങ്. ആ എന്തായിരുന്നു? അതെ, ഇതല്ലേ ആറ്റുശ്ശേരി? ആ അതെ. ഞാനൊരു സദ്യ ഓർഡർ ചെയ്യാൻ വന്നാ. വരൂ, ഇരിക്കും. വരൂ, ഇരിക്കും. എന്തെങ്കിലും ഫംഗ്ഷൻ ആണോ? മോന്റെ ബർത്ത്ഡേ ആണ്. ആ ഞങ്ങളുടെ ബന്ധുക്കൾ 1-2 പേര് നിങ്ങളുടെ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ആ അയ്യോ, അവര് വെച്ചൊരു നിർദ്ദേശമാണ് ആറ്റുശ്ശേരി സദ്യ മതിയെന്ന്. ആ നിങ്ങളല്ലേ എൻ്റെ ആളുകൾ? അതെ. ആ ആറ്റുശ്ശേരി സദ്യയുടെ മെയിൻ ആള് രാധിക, എൻ്റെ ഭാര്യ. ഓ, അപ്പൊ കുടുംബം ഒന്നിച്ചുണ്ടല്ലേ? അത് തന്നെയാണ് അതിന്റെ ഐശ്വര്യവും. ശരി, ചേട്ടൻ എന്നേക്കാ സദ്യ വേണ്ടേ? മറ്റൊന്നും തോന്നരുത്. പെട്ടെന്ന് വന്ന് പറയുന്നതുകൊണ്ട് ഒഴിവാക്കുകയും ചെയ്യരുത്. ആ ഫംഗ്ഷൻ നാളെയാണ്. അയ്യോ അയ്യോ നാളെയോ? അയ്യോ നാളേക്ക് ഒരു കാരണവശാലും നടക്കില്ല. വരുൺ അങ്ങനെ പറയല്ലേ. എടോ താൻ കാല് വയ്യാതിരിക്കുമല്ലേ? ചേട്ടാ, രാധയുടെ കാലിന് സുഖമില്ലാതിരിക്കുക. അപ്പോൾ അതിനിടയിൽ വലിയൊരു ഓർഡർ എടുക്കാന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ആവില്ല. അയ്യോ, എല്ലാവരും കൂടി അങ്ങനെ ഒരു താല്പര്യം പറഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ അതങ്ങ് ഫിക്സ് ചെയ്യുകയും ചെയ്തു. ആ അതെങ്ങനെ നിങ്ങൾ ഫിക്സ് ചെയ്യുന്നത്? അതും ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ? വരുൺ, സാരില്ല, നമുക്ക് ചെയ്തു കൊടുക്കാം. എടോ സാരില്ല, ചേട്ടൻ അഡ്രസ്സും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അയച്ചു തന്നാൽ മതി. ആ ശരി. സദ്യ കൃത്യസമയത്ത് അങ്ങ് എത്തിക്കോളും. അഡ്വാൻസ് ആയിട്ട് ഇത് വെച്ചോളൂ.
ബാക്കി എത്രയാണെന്ന് വെച്ചാ അവിടെ വരുമ്പോ പറഞ്ഞാൽ മതി. ആ ശരി ശരി അത്. എടോ, താൻ എന്ത് പണിയായി കാണിച്ചത്? 100 പേർക്കൊരു സദ്യ ഉണ്ടാക്കാന്ന് പറഞ്ഞ അതിനെന്താ, എല്ലാരും ഉണ്ടല്ലോ. ചേച്ചിമാരോടൊക്കെ പറഞ്ഞ നല്ല രീതിയിൽ സഹകരിക്കും. മാത്രല്ല വരുൺ, ഈ 100 പേരുടെ ഓർഡറൊന്നും നമ്മൾ നിസ്സാരമായിട്ട് കണ്ടൂടാ. പിന്നെ എന്റെ കാലിന്റെ കാര്യല്ലേ, വരുൺ അടക്കം എല്ലാവരും ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ. ഇതല്ല, ഇതിനപ്പുറം റിസ്ക് നമ്മൾ എടുക്കും. അങ്ങനെയല്ലേ ഒരു ഭർത്താവ് പറഞ്ഞു തരേണ്ടതും കൂടെ നിൽക്കേണ്ടതും. ആ എന്നാ പിന്നെ നമുക്ക് പോയിട്ടേ ഹിമാലയ എടുത്ത് പൊക്കി തലയിൽ വെച്ചോണ്ട് നടക്കാം. അതിന് പോവാം. ആദ്യം ഈ സദ്യ ഒന്ന് കൊടുത്തിട്ട്. ദേ, ഒറ്റ- ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സമയത്തിന് പൊന്നും വിലയാ. ഒട്ടും സമയം പാഴാക്കാനില്ല. നമ്മുടെ ടീമുകളെ മൊത്തം വിളിക്കാം. ഓക്കെ, വാ. ഇയാളുടെ ഒരു കാര്യം. നമ്മളിവിടെ നിൽക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. നമ്മൾ ഇവിടെ ഇറങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് അല്ലേ ആയിട്ടുള്ളൂ. ബോറടിച്ചോ ചന്ദ്രശേഖരന്? ഹേയ്, സാറയോടൊപ്പം എവിടെ സമയം ചെലവഴിച്ചാലും എനിക്ക് ബോറടിക്കില്ല. പക്ഷേ സാധാരണ ഇങ്ങനൊരു സ്ഥലത്ത് സാറ നിൽക്കുന്ന പതിവില്ല. ചില പതിവുകളൊക്കെ നമ്മൾ തെറ്റിക്കണ്ടേ ചന്ദ്രശേഖർ? വരൂ ജോൺസൺ. ഇത് കണിമംഗലം ചന്ദ്രശേഖരൻ, വലിയ ബിസിനസ്സുകാരനാ. നമസ്കാരം സാർ. ജോൺസൺ പോയ കാര്യം എന്തായി? അതവരെ ഏറ്റു വേണം. ആഹാ, വെരി ഗുഡ്. കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് നമുക്ക് വിളമ്പാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭക്ഷണം. ഞാൻ ജോൺസന്റെ കുഞ്ഞിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോ ഏറ്റവും നല്ലത് തന്നെ ചെയ്യണമെന്നാ എന്റെ ആഗ്രഹം. ഞങ്ങളുടെ ഭാഗ്യം വേണം. ചന്ദ്രശേഖരൻ, ജോൺസൺ എന്റെ വകയിലൊരു ബന്ധുവാ. ജോൺസന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേയാ. ഇത്തവണത്തെ ബർത്ത്ഡേ ഞാൻ അങ്ങ് സ്പോൺസർ ചെയ്യാൻ തീരുമാനിച്ചു. സാറ മാഡം വന്ന് പറഞ്ഞപ്പോ സന്തോഷമായി മാഡം. അല്ലാതെ ഞങ്ങൾ കൂട്ടിയാ ഇതൊന്നും കൂടൂല. എന്നാ പിന്നെ ജോൺസൺ വിട്ടോ, വീട്ടിൽ ചെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. ശരി മാഡം. ശരി സാർ. ഇത്രയും നാളത്തെ പരിചയം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സാറയ്ക്ക് ഉപകാരമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി 1 രൂപ പോലും സാറ ചെലവാക്കില്ല. ഇയാളെ സഹായിക്കുന്നുണ്ട് അങ്ങനെ വല്ല ഉദ്ദേശമുണ്ടോ? ഇയാളെ സഹായിക്കുന്നത് കൊണ്ട് എനിക്ക് മാത്രമല്ല ഗുണം, ചന്ദ്രശേഖരനും കൂടിയാ.